നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലമുണ്ടായിരിക്കുന്ന ജനങ്ങളുടെ വിഷമതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ യുവജന സംഘടനകൾ ഇന്ന് പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ അരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ദേശീയപാതയോരത്ത് സംഘടിപ്പിച്ച ധർണ CPM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. തുറവൂർ കവലയിൽ നിന്നും ഉയരപ്പാത നിർമ്മാണ കമ്പനിയുടെ ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് CPI മണ്ഡലം സെക്രട്ടറി PM അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. AIYF അരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുറവൂർ കവലയിൽ നിന്നും ആരംഭിച്ച് കരാർ കമ്പനിയായ അശോക് ബിൽക്കോൺ കമ്പനിയുടെ ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് CPI മണ്ഡലം സെക്രട്ടറി PM അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണ കരാർ കമ്പനിയായ അശോക് ബിൽക്കോണിന്റെ ഓഫീസിലേക്ക് എത്തിയ പ്രകടനക്കാരെ വഴിമധ്യേ പോലീസ് തടയുകയും തുടർന്നുണ്ടായ സംഘർഷത്തിനെ തുടർന്ന് വനിതകളടക്കം ഏതാനും AIYF പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി. വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസ് തടയാൻ ശ്രമിച്ചതാണ് വാക്കുതർക്കത്തിന് കാരണമായത്. ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ കമ്പനിയുടെ കരാർ നിയമലംഘനങ്ങൾ അധികൃതർ പരിശോധിക്കുക, ഉയരപ്പാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുക, ദേശീയപാത അതോറിറ്റിയുടെ നിസ്സംഗത അവസാനിപ്പിക്കുക, അരൂർ മുതൽ തുറവൂർ വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കുക, അഴുക്കുചാൽ നിർമ്മിച്ച് വെള്ളക്കെട്ട് പരിഹരിക്കുക, അപകടത്തിൽ മരണപ്പെട്ടവർക്ക് ധനസഹായം നൽകുക, സമാന്തര പാതകൾ നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AIYF അരൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. CPI മണ്ഡലം സെക്രട്ടറി PM അജിത് കുമാറാണ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. AIYF അരൂർ മണ്ഡലം പ്രസിഡന്റ് T തിഞ്ചുമോൻ അധ്യക്ഷത വഹിച്ചു. AIYF അരൂർ മണ്ഡലം സെക്രട്ടറി C അജിത് കുമാർ സ്വാഗതവും ആശംസിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി S അശോക് കുമാർ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P മനോജ് കുമാർ, MP ബിജു, AISF അരൂർ മണ്ഡലം നേതാക്കളായ VN അൽത്താഫ്, നിതിൻ AS എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിന് AIYF ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P പ്രമുദ്യ, റെജീന സെൽവി, നീതു KS, CPI മണ്ഡലം കമ്മിറ്റി അംഗം NK മുരളി, KP ദിലീപ് കുമാർ, LC സെക്രട്ടറി KB സജീവ് എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാത അധികൃതരുടെ കെടുകാര്യസ്ഥയ്ക്കെതിരെ DYFI അരൂർ ബ്ലോക്ക് കമ്മിറ്റി ബഹുജന ധർണ സംഘടിപ്പിച്ചു. അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ദേശീയപാതയോരത്ത് നടന്ന ബഹുജന ധർണ DYFI മുൻ സംസ്ഥാന ട്രഷററും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണം. ജനങ്ങളുടെ യാത്രാ സംവിധാനം, വികസന പ്രവർത്തനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള മുൻകരുതലുകളും ആവശ്യമായ പ്രതിവിധികളും സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ആവശ്യം. പലതരത്തിലുള്ള ഉറപ്പുകൾ ദേശീയപാത അതോറിറ്റികളിലായി നൽകിയിട്ടുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പുതുതായിട്ടല്ല, കഴിഞ്ഞ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അരൂർ MLAയും പാർലമെൻറ്റ് അംഗമായിരുന്ന സഖാവ് ആരിഫ് അടക്കമുള്ള ആളുകൾ വിവിധ വേദികളിൽ ഉന്നയിക്കുകയും അതിന് മറുപടി പറയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായി വഴിയോരത്തുകൂടി നടന്നു പോകുന്ന കാൽനട യാത്രക്കാർ, വാഹനയാത്രക്കാർ മാത്രമല്ല, ഇവിടെ കാൽനട യാത്രക്കാർ പ്രത്യേകിച്ച് വലിയൊരു ഭാഗം മറച്ചു വെച്ചിട്ട് ആ ഭാഗത്തുകൂടിയൊന്നും മറുഭാഗത്തേക്ക് ക്രോസ് ചെയ്യാൻ സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളിൽ അയക്കണം, ആശുപത്രിയിൽ പോകണം, ഓഫീസുകളിൽ പോകണം, ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകണം. ഇതിനെല്ലാമുള്ള കാൽനട യാത്രക്കാർക്കുള്ള സഞ്ചാര സൗകര്യം ഉണ്ടാക്കണം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ടോൾ പിരിച്ച് 25,000 കോടി രൂപയാണ്, ഒരു മാസം 3,000 കോടിയോളം രൂപ അവർക്ക് ടോൾ പിരിവിലൂടെ മാത്രം NHAIക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വലിയ വരുമാനമുള്ള ഒരു ഏജൻസിയാണ് NHAI. ആ NHAI ആണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ബിനാമി പേരിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ഇവിടെ ഇത്രയും ബഹളം ഉണ്ടായല്ലോ, ഒരു പാർട്ടി ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. മിണ്ടിയിട്ടുണ്ടോ? മിണ്ടുന്നുണ്ടോ? രാജ്യം ഭരിക്കുന്ന പാർട്ടി എല്ലാ ജനകീയ പ്രശ്നങ്ങളുടെ മുമ്പിൽ അവരുണ്ടാവുമല്ലോ. എന്താ ഇത്രയും പ്രശ്നം രൂക്ഷമായിട്ടും
ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി, സാക്ഷാൽ ശ്രീ നരേന്ദ്രമോദിയുടെ പാർട്ടി ഇതുവരെ ഇതിനെക്കുറിച്ചൊരു വാക്ക് മിണ്ടുന്നില്ലല്ലോ. ഈ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് നിലവിലുള്ള ഭാഗം സഞ്ചാരയോഗ്യമാക്കുന്നു എന്ന പേരിൽ നിലവിലുള്ള റോഡ് ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും ചെയ്തോ? ആ റോഡിൻ്റെ മേലെ ആ റോഡ് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ആവശ്യമായ കാർപ്പറ്റിംഗ് നടത്താം. കാർപ്പറ്റിംഗ് ചെയ്തില്ല. സൈഡിലുള്ള ഭാഗത്ത് അവരെന്ത് ചെയ്തു? ചിലയിടത്തെല്ലാം ഒന്ന് മറ്റേ JCB ഉപയോഗിച്ച് ലെവൽ ചെയ്ത് കുറച്ച് മെറ്റലൊക്കെ കൊണ്ടിട്ട് അതൊന്ന് വൈബ്രേറ്റർ ഉപയോഗിച്ച് ഇടിച്ച് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ പുറമെ കുറച്ച് ഉരുകിയ ടാറ് കൊണ്ട് ഒഴിച്ചിട്ട് പോയി. ചെയ്യണമെന്ന് ഇവിടുത്തെ ജില്ലാ കളക്ടർ പറയുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. അവർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. 17.3% വാഹനങ്ങൾ കൂടി നമ്മുടെ കേരളത്തിൽ മാത്രം. ഇന്ത്യയിലെ ശരാശരി അതിനേക്കാൾ കൂടുതലാണ്. 1/5 ഭാഗം റോഡ് വർദ്ധിച്ചോ? റോഡ് കൂടുന്നില്ല. ഈ ഉള്ള റോഡിലേക്കാണ് പുതുതായിട്ട് വാഹനങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ശ്രീ KC വേണുഗോപാൽ, ഇപ്പോഴത്തെ പാർലമെൻറ്റ് മെമ്പറാണ്. അതെ, ഇപ്പോൾ ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ ഇവിടെ രംഗപ്രവേശനം ചെയ്തിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. താമസക്കാരില്ലാത്ത ഒരു പ്രദേശത്തെ നിർമ്മാണ രീതി കേരളം പോലൊരു സംസ്ഥാനത്ത് അപ്ലൈ ചെയ്താൽ, നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന കെടുതിയാണിപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. NHAI ആളുകളോട് സംസാരിച്ചാൽ, അവരോട് വിശദീകരിച്ചാൽ അവരെല്ലാം തലകുലിക്ക് സമ്മതിക്കും. പക്ഷേ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ കുറച്ച് പ്രതിഷേധമൊക്കെ വന്നപ്പോൾ ജില്ലാ കളക്ടർ നേരിട്ട് രംഗപ്രവേശനം ചെയ്തു. അദ്ദേഹം ഇവിടേക്ക് നടന്നു. NHAIയുടെ ഉദ്യോഗസ്ഥന്മാർ നടന്നു. അവരെല്ലാം പറഞ്ഞത് മഴ മാറിയാൽ ഉടനെ എല്ലാം ടാർ ചെയ്യും. നമുക്ക് നോക്കാം. ഈ കരാറ് വ്യവസ്ഥയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2025 ഡിസംബറിൽ ഇത് പൂർത്തീകരിക്കണം. 2025 ഡിസംബറിൽ പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ കരാർ കമ്പനി അതിന് വില കൊടുക്കണം. ഇവിടെ ഒരു ദിവസം സ്തംഭിപ്പിച്ചല്ലോ, അല്ലെങ്കിൽ കുറച്ചേറെ സ്തംഭിപ്പിച്ചല്ലോ, പത്രത്തിലെല്ലാം വാർത്തയായില്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളും വാർത്തയായി. ഈ പത്ര കട്ടിങ് എല്ലാം കരാർ കമ്പനി എടുത്ത് കൈവച്ചിട്ടുണ്ട്. എന്തിനാണ്? കാലാവധി നീട്ടിയത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, നാട്ടുകാരെ സമ്മതിക്കുന്ന പണിയാണ് ഞങ്ങൾ ചെയ്യാം. അതുകൊണ്ട് കാലാവധി നീട്ടി നൽകണം. നമുക്ക് വീണ്ടും ഈ ദുരിതം അനുഭവിക്കേണ്ട ദിവസങ്ങൾ വീണ്ടും അങ്ങോട്ട് നീണ്ടുപോവുകയാണ്. DYFI ബ്ലോക്ക് പ്രസിഡന്റ് N നിഷാന്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ വൈസ് പ്രസിഡന്റുമായ VK സൂരജ് സ്വാഗതം ആശംസിച്ചു. CPIM ഏരിയ സെക്രട്ടറി PK സാബു, അരൂർ LC സെക്രട്ടറി CV ശ്രീജിത്ത്, ചന്ദിരൂർ LC സെക്രട്ടറി CP പ്രകാശൻ, എരമല്ലൂർ LC സെക്രട്ടറി VN മോഹനൻ, കുത്തിയതോട് LC സെക്രട്ടറി സലിംകുമാർ, DYFI പ്രവർത്തകരായ MS സുധീഷ്, ജിബി ഗോപി, അംജിത് അമ്പാടി എന്നിവർ സംസാരിച്ചു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.